നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താടോ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നേ? എന്താടോ എന്തു പറ്റി? എടോ താൻ കാര്യം എന്താന്ന് വെച്ചാ പറയേ. ഓ, ശാലിനിയത്തിന്റെ സീമന്തത്തിന് വിളിക്കാതാണോ പ്രശ്നം? അതൊരു നിസ്സാര കാര്യമാണോ? എന്റെ സീമന്തത്തിന് വേറെ ആരും വന്നില്ലെങ്കിലും വരേണ്ടത് കുഞ്ഞേച്ചിയല്ലേ? എന്റെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളുടെയും കാരണക്കാരി ആരാ? കുഞ്ഞേച്ചി. നമ്മുടെ കല്യാണത്തിന് ശേഷം അഹങ്കാരം കൊണ്ട് തന്നിഷ്ടം കൊണ്ട് കണ്ണു മൂടി പെരുവഴി നിൽക്കുമായിരുന്നു ഞാൻ. അന്ന് എന്റെ കൈ പിടിച്ച് മുന്നോട്ട് നടത്തിയത് ആരാ? ഈ കുഞ്ഞേച്ചിയാ. അന്നേ കുഞ്ഞേച്ചി പറഞ്ഞു നിന്റെ പ്രായത്തിന്റെ പ്രശ്നമാണെന്ന്. അന്ന് എനിക്കത് മനസ്സിലാക്കാനുള്ള വിവേകം ഉണ്ടായില്ല. കയ്യിലിരിക്കുന്നത് മാണിക്കക്കല്ലാണെന്നും വലിച്ചെറിഞ്ഞ് കളയരുതെന്നും പറഞ്ഞു. എന്നിട്ടും വലിച്ചെറിഞ്ഞ് കളയാൻ തുടങ്ങിയതാ ഞാൻ. പക്ഷെ കുഞ്ഞേച്ചി സമ്മതിച്ചില്ല. എന്റെ ആക്ഷേപവും നിന്നെ പരിഹാസവും എല്ലാം സഹിച്ച് രോഹിത്തിന് വേണ്ടി വാദിച്ചുകൊണ്ട് നിന്നു. അപ്പോഴും ഞാൻ തിരിച്ചറിഞ്ഞില്ല കുഞ്ഞേച്ചി എന്റെ നല്ലതിന് വേണ്ടിയാ പറയുന്നതെന്ന്. ഞാൻ ദീപകിനെ കാണാൻ പോയതും ആത്മഹത്യക്ക് ശ്രമിച്ചതും സത്യം അറിയാതിരിക്കാൻ വേണ്ടിയല്ലേ കുഞ്ഞേച്ചി ഗർഭിണിയാണെന്ന് വിഷ്ണുവേട്ട കള്ളം പറഞ്ഞത്. ആ കള്ളം തിരുത്തി പറയാൻ കുഞ്ഞേച്ചിക്ക് ഒരു അവസരം കിട്ടിയില്ല. എങ്കിലും സത്യമ്മ വീടിന് പുറത്താക്കുമെന്ന ഘട്ടം വന്നപ്പോ കുഞ്ഞേച്ചിക്ക് സത്യം തുറന്നു പറയായിരുന്നു. അതിനു പകരം സ്വന്തം ജീവിതം കൂടി തകർത്തിട്ട് എന്തിനാ ഈ വീടിന്റെ പടിയിറങ്ങി പോയത്? എനിക്ക് വേണ്ടി, എന്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി. സത്യം പറഞ്ഞ സ്വപ്ന തുല്യമായ ജീവിതമാണ് എനിക്ക് രോഹിത്തിനൊപ്പം. ആ ജീവിതം ദാനം തന്നതാരാ? കുഞ്ഞേച്ചിയാ. ആ കുഞ്ഞേച്ചി ഇല്ലാതെ എനിക്കൊരു സീമന്തം വേണ്ട. ഞാൻ സത്യമ്മയോട് എല്ലാം തുറന്നു പറയാൻ പോവാ. ശ്യാമേ, താൻ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? എനിക്ക് ഭ്രാന്ത് തന്നെയാ. എന്റെ കുഞ്ഞേച്ചിക്ക് കിട്ടാത്തൊരു ജീവിതം എനിക്ക് വേണ്ട. ശ്യാമേ നിക്ക്. തന്റെ ഈ ഭ്രാന്ത് തന്നെയാ കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചത്. തന്റെ ഈ പക്വതയില്ലാത്ത പെരുമാറ്റം, എടുത്തുചാട്ടം, പിന്നെ വെപ്രാളം, ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ തന്റെ കുഞ്ഞേച്ചിക്ക് ഗർഭിണിയാണെന്ന് കള്ളം പറയേണ്ടി വരില്ലായിരുന്നു. ആ കള്ളം തിരുത്തി പറയാൻ പറ്റാതെ ഈ വീടിന്റെ പടി ഇറങ്ങേണ്ടി വരില്ലായിരുന്നു. ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ഇനി താൻ ചെന്ന് സത്യമെടുത്ത് പറയേ തനിക്ക് വേണ്ടിയാ ശാലിനി കള്ളം പറഞ്ഞതെന്ന്. താൻ ദീപകിനെ കാണാൻ ഞാൻ കഴുത്തി കെട്ടിയ താലിയുമായിട്ട് ഇറങ്ങിച്ചെന്നെന്ന്. അവൻ തഴഞ്ഞതിന്റെ സങ്കടത്തിലാ ആത്മഹത്യ ചെയ്യാൻ ഒരു കാറിന് മുന്നിൽ ചെന്ന് ചാടിയതെന്ന്. അതോടെ എല്ലാവരും സുഖമായും സന്തോഷമായും ജീവിക്കുമല്ലോ അല്ലേ? താനും ഞാനും തന്റെ വിഷ്ണുവേട്ടനും കുഞ്ഞേച്ചിയെല്ലാം. എടോ, തന്റെ കുഞ്ഞേച്ചി ഇപ്പോഴും എല്ലാം സത്യാമ്മയോട് പറയാൻ തയ്യാറാവുന്നില്ലെങ്കിൽ അത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാ. സത്യാമ്മ അറിയാതെ തന്നെ എല്ലാം രമ്യമായി പരിഹരിക്കാനും എല്ലാവരും സന്തോഷമായി ജീവിക്കാനും വേണ്ടിയാ. അതിനുവേണ്ടിയാ അഗ്നിപരീക്ഷകളെയും അപമാനങ്ങളെയും എല്ലാം അതിജീവിച്ച് ശാലിനി പിടിച്ചു നിന്നത്. അതാണോ താൻ അവസാന നിമിഷം തല്ലി തകർക്കാൻ പോകുന്നത്? എടോ, സത്യാമ്മ ഇപ്പൊ ഒന്നും അറിയണ്ട. എല്ലാം സന്തോഷമായി തന്നെ കലാശിക്കട്ടെ. എനിക്കൊന്നും അറിയില്ല. ഇനി ശാലിനിയെ സീമന്തത്തിന് വിളിക്കാത്താണ് പ്രശ്നമെങ്കിൽ അതിനും പോംവഴിയുണ്ടോ? സത്യാമ്മ പറഞ്ഞത് അന്തിമ തീരുമാനമൊന്നും അല്ലല്ലോ. തന്റെ കുഞ്ഞേച്ചിയല്ല ശാലിനി. അവര് കൂടി ഇല്ലാതെ എങ്ങനെ സീമന്തം നടക്കുന്നത്? നമുക്ക് എല്ലാവർക്കും കൂടി ശ്രമിക്കാം. സത്യാമ്മയെ കൊണ്ട് തന്നെ നമുക്ക് ശാലിനിയെ സീമന്തത്തിന് ക്ഷണിപ്പിക്കാം. എനിക്ക് ഉറപ്പാടും ശാലിനി ഉണ്ടായിരിക്കും ഈയിടെ സീമന്തത്തിന്. നമുക്ക് ഈ കുഞ്ഞിനെയും നമുക്ക് നല്ലൊരു ജീവിതം എല്ലാം തന്നത് ശാലിനിയല്ലേ? ഏയ്,
ശ്യാമയുടെ സീമന്തത്തിന് പോകുന്നുണ്ട്. രണ്ടാളും. നിന്നെ വിളിക്കാത്തടത്ത് എങ്ങനെയാടി ഞങ്ങള് രണ്ടാളും? എന്നെ വിളിച്ചില്ല, സമ്മതിച്ചു. ക്ഷണമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നുമില്ല. പക്ഷെ നിങ്ങളെ രണ്ടാളും ക്ഷണിച്ചില്ലേ? പോകാതിരിക്കുന്നതിന് എന്താ ന്യായം? നിന്നെ വിളിച്ചിട്ടില്ല, അത് തന്നെയാ കാരണം. ശാരിയച്ചേ, അതൊരു ന്യായമാണോ? ശാരിയച്ചിയുടെ കുഞ്ഞു അനുജത്തിയല്ലേ ശ്യാമ, അമ്മയുടെ ചെല്ലക്കുട്ടി. നോക്ക്, ഈ വീട്ടിൽ ആദ്യമായിട്ടൊരു കുഞ്ഞാവ ഉണ്ടാവാൻ പോവുക. അപ്പോ അമ്മയും വലിയച്ചി ഇങ്ങനെയാണോ പെരുമാറുന്നത്? ആദ്യ പ്രസവത്തിന്റെ സമയത്താ ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ ആശങ്കയും ഭയവും ഒക്കെ ഉണ്ടാവുന്നത്. ആ സമയത്ത് അവളുടെ ഭർത്താവ് മാത്രമല്ല, അമ്മയും സഹോദരങ്ങളും ഒക്കെ കൂടെ വേണം. അവൾക്ക് വേണ്ട കാവലും കരുതലും ആശ്വാസവും സാന്ത്വനവും ഒക്കെ കൊടുത്ത് കൂടെ നിൽക്കണം. അതേപോലെ കാവലും കരുതലും കൊടുക്കണ്ട നിന്നെ എന്താ ക്ഷണിക്കാത്തേന്നാ ഞങ്ങള് ചോദിക്കുന്നേ. ക്ഷണിക്കുന്നത് അവളാണോ ശാരിയേച്ചി? സത്യാമ്മയല്ലേ ചടങ്ങ് നടത്തുന്നേ? എന്നെ ക്ഷണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അവക്കത് അവിടെ പറയാൻ പറ്റുമോ? അവിടെ എന്റെ പേര് പറയുന്നത് പോലും വിലക്കിട്ടുണ്ടാവും സത്യാമ്മ. എന്നെ ക്ഷണിക്കാത്തതില് അവളുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. അക്കൂട്ടത്തില് നിങ്ങളും കൂടി ചെല്ലാതിരുന്നാലോ? നോക്ക്, എന്നെ ക്ഷണിച്ചാലേ നിങ്ങളും കൂടി പോവുള്ളൂ എന്നുള്ള ഉപാധിയൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. സത്യാമ്മ ക്ഷണിച്ചതേ ശാലിനിയുടെ അമ്മയും ചേച്ചിയാ അല്ല, ശ്യാമയുടെ അമ്മയും ചേച്ചിയാ. നോക്ക്, അങ്ങനെ ബന്ധത്തിൽ ഒരു വിള്ളലുണ്ടായ പിന്നെ അത് കൂട്ടിച്ചേർക്കാൻ പറ്റിയെന്ന് വരില്ല. അമ്മേ, അവളെ എവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയല്ലേ ഞാൻ ഈ കഷ്ടപ്പെട്ടതെല്ലാം. ഇതിപ്പോ സത്യാമ്മ ആയതുകൊണ്ടാ നിങ്ങക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ശ്യാമെ കല്യാണം കഴിച്ചയച്ചത് വേറൊരു വീട്ടിലേക്കായിരുന്നെങ്കിലോ? ആ വീട്ടുകാരും ശാലിനിയെ സീമന്തം ക്ഷണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. എന്ന് കരുതി നിങ്ങളെ രണ്ടാളും പോവാതിരിക്കോ? കഴിഞ്ഞു പോയ സംഭവങ്ങള് ശ്യാമയുടെ മനസ്സിനെ വല്ലാതെ ഒലിച്ചിട്ടുണ്ട്. അവള് കാരണം ഞാൻ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നതെന്നും അവള് കാരണം എന്റെ ജീവിതം തകർന്നു നോക്കിയുള്ള കുറ്റബോധം അവളുടെ ഉള്ളിലുണ്ടാവും. നോക്ക്, അതിനിടയില് നിങ്ങള് അവളെ സീമന്ത ചടങ്ങിൽ ഒറ്റയ്ക്കാക്കി കളയണോ? നോക്കമ്മേ, ഇപ്പോ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കേണ്ടതല്ലേ അവള്? മതി, നിർത്ത്. ഞങ്ങള് പൊക്കോള സീമന്തത്തിന് പോരെ. അമ്മേ, ഇനി ഇതിനെ ചൊല്ലിയൊരു തർക്കമൊന്നും വേണ്ട. ഇവള് പറഞ്ഞത് തന്നെയാ ന്യായം. ഞാൻ പറയേണ്ട വാക്കുകളാ ഇവള് പറഞ്ഞത്. എന്നാലും അമ്മ. ഒന്നുമില്ല, നിർത്ത്. നിങ്ങൾ വരുന്നുണ്ടോ? ഭക്ഷണം എടുത്തു വെക്കാം. അമ്മ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.